നമ്മുടെ എം അക്ബർ അദ്ദേഹത്തിൻ്റെ കച്ചവടമൊക്കെ ഏതാണ്ട് പൂട്ടിക്കെട്ടി എന്ന ഒരു വലിയ വസ്തുത നാട്ടുകാരൊക്കെ അറിയുകയും യുക്തിവാദികൾ, പ്രത്യേകിച്ച് എക്സ് മുസ്ലിം യുക്തിവാദികൾ ലിയാഖത്ത് അലിയെ പോലുള്ള ആളുകൾ നിരന്തരമായി അതിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വീണ്ടും പഴയ സ്നേഹസംവാദം എന്ന കലാപരിപാടിയും അതോടൊപ്പം തന്നെ നാസ്തികതയെ തെരുവിൽ വിചാരണ ചെയ്യുന്നു എന്ന് ടൈറ്റിലിട്ടുകൊണ്ട് വേറൊരു പരിപാടിയൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാനതിൽ ഒന്ന് രണ്ട് പരിപാടികൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് വല്ലാതെ സഹതാപം തോന്നി. കാരണം വലിയ തോതിൽ സടകുലുക്കി ഈ കേരളം മുഴുവൻ കുലുക്കി വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടി ഈ ദീന് വളർത്താൻ വേണ്ടി മറ്റുള്ളവരെയൊക്കെ ചാക്കിട്ട് പിടിച്ച് മതം മാറ്റാൻ വേണ്ടി ഓടി നടന്നിരുന്ന നിച്ച് ഓഫ് ട്രൂത്ത്, സ്നേഹസംവാദം എന്നൊക്കെ പറഞ്ഞ് ഓടി നടന്നിരുന്ന അക്ബറിൻ്റെ പുതിയ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലെ സംഘാടകരുടെ ശരീരഭാഷയും സ്റ്റേജിലിരിക്കുന്നവരുടെ മുഖഭാവവും സദസ്സിൽ വന്നിരിക്കുന്ന പ്രായം ചെന്ന കുറേ പഴയ മനുഷ്യർ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നതും കോട്ടാവിടുന്നതും ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സഹതാപം തോന്നി. എന്ന് മാത്രമല്ല, ഇദ്ദേഹം ചോദ്യോത്തര രൂപത്തിലും പ്രസംഗ രൂപത്തിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ വളരെ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം ഞാനായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് മുങ്ങുകയാണെങ്കിൽ ഇസ്ലാമും കൂടെ എൻ്റെ കൂടെ മുങ്ങിക്കോട്ടെ എന്ന മട്ടിൽ ഇസ്ലാമിനെ തന്നെ കുളിപ്പിച്ച് കിടത്താനുള്ള ഒരു പരിശ്രമമാണോ ഇദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കും തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ചോദ്യങ്ങൾ വരുന്നത് ഇവർ ആസൂത്രണം ചെയ്ത ചോദ്യങ്ങളും അല്ലാത്ത ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അല്ലാത്ത ചോദ്യങ്ങളായിട്ട് സദസ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, അതിപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പരിപാടിയിലായാലും ശരി, മണ്ണാർക്കാട് നടത്തിയ ഒരു പരിപാടിയിലായാലും ശരി, ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഉത്തരം പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇസ്ലാമിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ആളാണ് എന്ന് ആർക്കും തോന്നിപ്പോവും. ആ രീതിയിൽ പറയുന്നത് ഇസ്ലാമിന് അനുകൂലമാണ് എന്ന് വരുത്തുകയും എന്നാൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇസ്ലാമിൻ്റെ അടിവേര് തകർക്കുന്ന തരത്തിലുള്ള വാദങ്ങളാണ് എന്ന് ആർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു മനോഭാവം, ഇതിൻ്റെ മനഃശാസ്ത്രം എനിക്ക് തോന്നുന്നത്, ഞാനായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് മുങ്ങണ്ട, എൻ്റെ കച്ചവടം മാത്രമായിട്ട് അങ്ങനെ കൂട്ടിക്കെട്ടണ്ട, ഇസ്ലാമും കൂടെ എൻ്റെ കൂടെ മുങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാവരും മുങ്ങിക്കോട്ടെ എന്ന ഒരു മനോഭാവത്തിലാണോ ഇദ്ദേഹം രണ്ടാമതും ഈ പരിപാടികളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ബലമായിട്ടും സംശയിക്കണം. ഞാൻ ഇന്ന് ഇദ്ദേഹം ഒരു 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഇദ്ദേഹവും കൂട്ടരും തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രോഗ്രാം ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ആ പ്രോഗ്രാമിൽ വിഷയം അവതരിപ്പിച്ച ഒരു കക്ഷി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നിപ്പോയി. കാരണം 50 കൊല്ലം മുമ്പ് ഇവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന, നമ്മളൊക്കെ ഒരു 10-40 കൊല്ലം മുമ്പ് പൊളിച്ചടക്കി ഇന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും ഇതൊക്കെ വഷളത്തരമാണെന്നും മാണ്ടത്തരമാണെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞ ആ പഴയ ചരക്കുകൾ എടുത്തിട്ട് അങ്ങനെ പറയുക. ഖുർആനിലെ ഭ്രൂണശാസ്ത്രം, ഖുർആനിലെ വിരലടയാള ശാസ്ത്രം, ഖുർആനിലെ ബിഗ് ബാങ് തിയറി, ഇതുപോലെയുള്ള ശാസ്ത്രമൊക്കെ പഴയ സിന്താനി പ്രോജക്റ്റിൽ ആദ്യം വന്നിട്ടുള്ള ആ സാധനങ്ങൾ ഇന്നതൊക്കെ മുസ്ലിം ലോകം തന്നെ, വിശ്വാസികളുടെ ലോകം തന്നെ തള്ളിക്കളഞ്ഞ സാധനങ്ങൾ, അതൊക്കെ എടുത്തിട്ട് അങ്ങനെ പ്രസംഗിക്കുകയാണ്. ഇതാണ് വിഷയാവതരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഒരു സാധനം. അത് കഴിഞ്ഞ് ചോദ്യോത്തര സെക്ഷനിലാണ് നമ്മുടെ അക്ബർ സാഹിബ് രംഗത്ത് വരുന്നത്. ഞാൻ തിരുവനന്തപുരത്തെ പരിപാടിയിൽ ചോദ്യോത്തരത്തിൽ ആദ്യം വന്ന ഒരു ചോദ്യവും ആ ചോദ്യത്തിന് ഇദ്ദേഹം പറയുന്ന ഉത്തരവും ഞാൻ നിങ്ങളെ ചെറിയ പീസുകളായിട്ടൊന്ന് കേൾപ്പിക്കാം. അത് ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ട് ശബ്ദമൊക്കെ വ്യത്യാസപ്പെടുത്തിയാണ് കൊടുക്കുന്നത്, ചെറിയ പീസുകളായിട്ട് കൊടുക്കുന്നത്. ഏതായാലും ആ ചോദ്യവും ആ ചോദ്യത്തിന് ഇദ്ദേഹം നൽകുന്ന ഉത്തരവും നമുക്കൊന്നൊന്ന് പരിശോധിച്ച് നോക്കാം. പലതരത്തിലുള്ള ജാതികളുമുണ്ട്, ഉപജാതികളും. ക്രൈസ്തവ മതത്തിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള സഭകളും മറ്റുമൊക്കെ ഉണ്ട്. ഇസ്ലാം മതത്തിലും ഷിയാക്കൾ, സുന്നികൾ അങ്ങനെ വിഭാഗവും, ഷാഫിഹി, മാലിക്കി, ഹംബലി, ഹനഫി അങ്ങനെയുള്ള വിഭാഗങ്ങൾ, ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് അങ്ങനെ വിഭാഗങ്ങൾ, സലഫിക്ക് അകത്താണെങ്കിൽ തന്നെ KNM, അതുപോലെ തന്നെ വിസ്ഡം, അങ്ങനെ പല പല വിഭാഗങ്ങൾ. മുസ്ലിങ്ങൾക്കിടയിൽ, ഇസ്ലാമിക വിഭാഗത്തിനിടയിൽ ഇവർ പരസ്പരമുള്ള തമ്മിലടികളും ചളിവാരിയറിൽ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വിഭാഗത്തിലേക്ക് പോകും. നമ്മുടെ ക്യാപ്ഷൻ ഇസ്ലാം അജയ്യം അന്യൂനമെന്നാണ്. ഇങ്ങനെ അന്യൂനമായ ഇസ്ലാമിൽ എങ്ങനെയാണ് ഇങ്ങനെ തർക്കങ്ങളും കുതർക്കങ്ങളും ഉണ്ടാകുന്നത്?
നോക്കൂ, ആദ്യത്തെ ചോദ്യം ഇതാണ്. എത്ര പ്രസക്തമായ ചോദ്യമാണ് എന്ന് നോക്കുക. അവിടെ ക്യാപ്ഷനായിട്ട് എഴുതി വച്ചിട്ടുള്ളത് ഇസ്ലാം അജയ്യം അന്യൂനം എന്നാണ്. ആ ക്യാപ്ഷൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അന്യൂനവും അജയ്യവുമാണ് ഇസ്ലാമെങ്കിൽ മറ്റെല്ലാ മതങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പിൻ്റെ പേരിൽ തെരുവിൽ പരസ്പരം വിഴുപ്പലക്കിക്കൊണ്ട് തമ്മിൽ തല്ലലും അടിപിടിയും, അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ പേരിൽ പരസ്പരം ബോംബ് പൊട്ടിക്കലും അക്രമവും വരെ നടക്കുന്നു. ഈ അന്യൂനമായ ഒരു മതമാണ് ഇസ്ലാമെങ്കിൽ മറ്റു മതങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പുകളും അതിൻ്റെ പേരിലുള്ള തമ്മിൽ തല്ലുകളും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അജയ്യം അന്യൂനം എന്നാണല്ലോ നമ്മൾ എഴുതി വച്ചിരിക്കുന്നത്. ഇത് അജയ്യവും അന്യൂനവുമാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഇതൊരു വലിയ ന്യൂനതയല്ലേ എന്നാണ് ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി അക്ബർ അതിന് ഉത്തരം പറയുന്നത്, ആ ഉത്തരം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് ഇസ്ലാം അന്യൂനവും ഇസ്ലാം അജയ്യവുമാണ് എന്ന് പറയുന്നത് എന്ന വാക്കുച്ചരിച്ചുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹം വിശദീകരിച്ച മുഴുവൻ കാര്യങ്ങളും എന്താണ് എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇദ്ദേഹം ഇസ്ലാമിനെ അന്ത്യകൂദാശ നടത്താൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് ആർക്കും സംശയിച്ചു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് അക്ബറിൻ്റെ മറുപടി ഒന്ന് കേൾക്കാം. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ഇതേപോലെ മുസ്ലിങ്ങൾക്കിടയിലും ഗ്രൂപ്പുകളുണ്ട്. ഈ അന്യൂനവും അജയ്യവുമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്? ഉത്തരം വളരെ ലളിതവും. ഇസ്ലാമിക പ്രമാണങ്ങളാണ് അതിന്റെ അന്യൂനതയും അജയ്യതയും വെളിപ്പെടുത്തുന്നത്. തീർച്ചയായും ഈ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ഒരേ ആശയം ചട്ടവും സംരക്ഷകനുമായ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നും അങ്ങനെ ജീവിക്കുന്നവർക്കാണ് മരണാനന്തരം സ്വർഗ്ഗപ്രവേശനം ഉണ്ടാവുക എന്നും അല്ലാത്തവർക്ക് മരണാനന്തരം ശിക്ഷകളായിരിക്കും ഉണ്ടാവുക എന്നുമുള്ള ആശയം. ഇതാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. പ്രവാചകന്മാർ പറയുമ്പോൾ ഓരോ കാലത്തെയും ഇസ്ലാം തന്നെയാണ് പ്രവാചകന്മാരുടെ വന്നത്. ഇതാണ് തുടക്കം. ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞതിലുള്ള ഒരു വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കും. ഉത്തരം വളരെ ലളിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് അന്യൂനമാണ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് ഒരേ ഇസ്ലാമാണ്. പഠിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് സ്രഷ്ടാവായ ഏകദൈവമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആശയമാണ്. അത് പഠിപ്പിച്ച എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമാണ്. ചോദ്യം എന്താണ്? അന്യൂനം അജയ്യം എന്ന് വിശേഷിപ്പിക്കാൻ എന്ത് അർഹതയാണ് ഇങ്ങനെ ഇന്നും 1,000 ഗ്രൂപ്പുകളായി ആശയത്തിൻ്റെ പേരിൽ പ്രമാണങ്ങളുടെ പേരിൽ തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് അന്യൂനമാണ് എന്ന് പറഞ്ഞത്. ഈ പ്രമാണങ്ങളനുസരിച്ച് ഇസ്ലാം മുഹമ്മദ് നബിക്ക് മുമ്പ് അനേകം പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഒരു മതമാണ്. അതിൻ്റെ ആശയം അള്ളാഹു എന്ന ഏക ദൈവത്തെ ആരാധിക്കുക, വേറെ ആരെയും ആരാധിക്കരുത് എന്നതാണ് മെയിൻ ആശയം. ഇസ്ലാം എന്ന മതം അപ്പോൾ ആരുണ്ടാക്കിയതാണ്? മുഹമ്മദ് നബി ഉണ്ടാക്കിയ മതമല്ല. ഇസ്ലാമിൻ്റെ ആശയം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയും ഖുർആനും അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നതുമായ ഇസ്ലാമല്ല, മറിച്ച് അതിനു മുമ്പുള്ള ഈ മതം പറയുന്നതനുസരിച്ച് 1,00,000 ലക്ഷത്തോളം പ്രവാചകന്മാർ, അതും ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യനായ ആദം ഒന്നാമത്തെ പ്രവാചകൻ, ആദ്യത്തെ മനുഷ്യനായ ആദം മുതൽ മുഹമ്മദ് വരെ 1,24,000 പരം പ്രവാചകന്മാർ വന്ന് ഈ ആശയം പഠിപ്പിച്ചു. ഏതാശയം പഠിപ്പിച്ചത്? അള്ളാഹു എന്ന ഏക സൃഷ്ടാവായ രക്ഷിതാവായ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറെ ആരെയും ആരാധിക്കരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 1,4 ലക്ഷം പ്രവാചകന്മാർ ഭൂമിയിൽ വന്നു. അവരെല്ലാവരും പഠിപ്പിച്ച ആ സാധനത്തിൻ്റെ പേരാണ് ഇസ്ലാം. ചോദ്യകർത്താവിൻ്റെ ചോദ്യം എന്തായിരുന്നു? ഇസ്ലാം അന്യൂനമാണോ ഈ കോലത്തിലാണെങ്കിൽ എന്നായിരുന്നു. ഈ കോലത്തിലൊന്നും അല്ല ഇസ്ലാം, ഇതിനേക്കാളും മോശമാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ എന്നാണിപ്പോൾ അക്ബർ പറഞ്ഞു വെച്ചത്. എന്താ കാരണം? 1,4 ലക്ഷം പ്രവാചകന്മാരെ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ അയച്ചിട്ട് അള്ളാഹു എന്ന ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ഈ മതത്തിൻ്റെ പേര് ഇസ്ലാമാണ് എന്ന് പഠിപ്പിച്ചു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ 1,4 ലക്ഷം പ്രവാചകന്മാരും പഠിപ്പിച്ച ഇസ്ലാം ന്യൂനം മാത്രമല്ല
വട്ടപൂജ്യമായി മാറി എന്ന് ഇവർ തന്നെ ഇനി പറയുന്നുണ്ട്. കാരണം ഈ 1.25 ലക്ഷം പ്രവാചകന്മാരും കിതാബുകളുമായി വന്നിട്ട് ആദ്യത്തെ മനുഷ്യൻ മുതൽ മുഹമ്മദ് നബി വരെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ഒരാശയം പഠിപ്പിച്ചു. ഇസ്ലാം എന്ന ഈ ഒരാശയം പഠിപ്പിച്ചിട്ട് ഇസ്ലാം എന്ന വാക്കോ അള്ളാഹു എന്ന വാക്കോ പോലും ലോകത്തെവിടെയും ഒരു ഫോസിൽ കഷ്ണമായി പോലും അവശേഷിക്കാത്ത വിധത്തിൽ ഈ ഇസ്ലാം തകർന്ന് തരിപ്പണമായി പോയി എന്ന് പറഞ്ഞാൽ ഇസ്ലാം അന്യൂനമാണെന്നും അജയ്യമാണ് എന്നല്ല എൻ്റെ അർത്ഥം. മുഹമ്മദ് വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ ഒരു ശേഷിപ്പ് ഒന്നും വേണ്ട, മതത്തിലെ മുഴുവൻ ആശയങ്ങളും വേണ്ട, അള്ളാഹു എന്ന ദൈവത്തിൻ്റെ ഒരു പേരെങ്കിലും, ഇസ്ലാം എന്ന മതത്തിൻ്റെ ഒരു പേരെങ്കിലും ലോകത്തെവിടെയെങ്കിലും ഈ മുഹമ്മദിൻ്റെ വായിലൂടെ കേട്ട ഇസ്ലാമിലല്ലാതെ ലോകത്തെവിടെയെങ്കിലും അവശേഷിക്കുന്നതായിട്ട് എന്തെങ്കിലും തെളിവ് ലോകത്ത് കിട്ടിയിട്ടുണ്ടോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നും പറഞ്ഞ് ലോകത്ത് വന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ചരിത്രം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രവാചകൻ്റെ പേര് പറയാൻ പറ്റുമോ? അള്ളാഹു എന്ന ദൈവത്തെക്കുറിച്ച് ലോകത്ത് ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചതിൻ്റെ തെളിവ് കിട്ടുമോ? അങ്ങനെ കിതാബും കൊണ്ട് വന്ന കിതാബിൻ്റെ ഒരു പേജിൻ്റെ ഒരു മൂല എവിടെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടു കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഇസ്ലാം അജയ്യമാണെന്നും അന്യൂനമാണ് എന്നതിൻ്റെയും ഒന്നാമത്തെ തെളിവല്ലേ പറഞ്ഞത്. ഇസ്ലാം വട്ടപൂജ്യമായി പോയി, ഇസ്ലാം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പോയി, മുഹമ്മദ് നബി വരെയുള്ള ഇസ്ലാം. ഇത് ഇദ്ദേഹം തന്നെ സമ്മതിച്ചു. ഇനി ഇദ്ദേഹം അതിൻ്റെ ബാക്കി തുടർന്ന് പറയുന്നത് കൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് ഇദ്ദേഹം ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി ആളെ വിളിച്ചു കൂട്ടി പരിപാടി നടത്തുകയാണ് എന്ന് ബോധ്യപ്പെടുക. പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ഓരോ കാലത്തെയും ഇസ്ലാം തന്നെയാണ് പ്രവാചകന്മാരിലൂടെ വന്നത്. ഇബ്രാഹിം നബി പഠിപ്പിച്ച ആദർശം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ്. മൂസാ നബി പഠിപ്പിച്ച ആദർശം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ്. ഈസാ നബി യേശു പഠിപ്പിച്ച ആദർശം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ്. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ച ആദർശം ഇസ്ലാമാണ്. ആ ആദർശം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറഞ്ഞപ്പോ മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള പിശാച് ആ പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ പ്രവർത്തിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് പൊളിഞ്ഞു പോയത്? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഇസ്ലാമാണ്. എല്ലാ പ്രവാചകന്മാരും അയച്ചത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദ് പഠിപ്പിക്കാനാണ്. അള്ളാഹു അല്ലാതെ വേറെ പഠിച്ചവന്മാരില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഇസ്ലാമാണ് നമ്മളെ മതം. ഈ പ്രവാചകന്മാരെയൊക്കെ അത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് എന്ന ആശയം പഠിപ്പിച്ചു. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്മാർക്കും ഈ ഇസ്ലാം പഠിപ്പിച്ചു. അവസാനം എന്താ സംഭവിച്ചത്? പിശാച് ഇടപെട്ടു. പിശാച് ഇടപെട്ടതുകൊണ്ട് എല്ലാ മതവും മജ്ജത്തായിപ്പോയി. ഒരു എല്ലും കഷ്ണം പോലും ബാക്കിയാക്കാത്ത വിധത്തിൽ ഈ അള്ളാഹുവിൻ്റെ മതത്തെ 1,24,000 പ്രവാചകന്മാരിലൂടെ അള്ളാഹു നടപ്പിലാക്കാൻ ശ്രമിച്ച, പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആശയം ഒരു കഷണം പോലും ബാക്കിയില്ലാതെ, ഒരു 0.001% പോലും അവശേഷിക്കാതെ നശിപ്പിച്ചു കളഞ്ഞു. ആര്? പിശാച്. അപ്പോൾ ഇസ്ലാം അന്യൂനമാണ് എന്നുള്ളത് ഉറപ്പായില്ലേ? നശിപ്പിച്ചത് പിശാചാണെങ്കിൽ ഇസ്ലാം അവിടെ അജയ്യമായിട്ട് നിൽക്കുകയാണ്. ഇസ്ലാമിന് യാതൊരു ന്യൂനതയില്ല. എന്താ കഥ? പിശാച് ഇതൊക്കെ നശിപ്പിച്ചു. അപ്പോൾ പിശാചാണോ ഈ സർവശക്തനായ അള്ളയാണോ മിടുക്കൻ? അള്ള വട്ടപൂജ്യവും പിശാച് 100. ഇതല്ലേ ഇപ്പോൾ ഇതിൻ്റെ തെളിഞ്ഞത്. ഇനി ഇസ്ലാമിൻ്റെ കഥ അനുസരിച്ച് പിശാച് എന്താണ് സാധനം? അള്ള തന്നെയാണ്. അള്ളയാണ് പിശാച് എന്ന് ഖുർആനിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പിശാചോ അള്ളയോ ഒന്ന് തന്നെയാണെന്നുണ്ട്. ഞാനാണ് പേപ്പിക്കുന്നത് ചിലപ്പോൾ പറയും പിശാചാണ് പേപ്പിക്കുന്നത്, പിശാചിനെ ഞാനാണ് പറഞ്ഞയച്ചത്, ഞാനാണ് പേപ്പിക്കാൻ പിശാചിനെ ഉണ്ടാക്കി വിട്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പിശാച്. അള്ള ഉണ്ടാക്കി വിട്ട പിശാച് അള്ളാൻ്റെ മതം സമ്പൂർണ്ണമായും പൊളിച്ച് പാളീസാക്കിയാണ്ട് തന്നു. ഈ മതം അജയ്യവും അന്യൂനവുമാണ്. എങ്ങനെയുണ്ട്? നീ ബാക്കി കേട്ടോളി. അങ്ങനെ അവർ വഴിതെറ്റിപ്പോയി. ഈസാനബി പഠിപ്പിച്ചത് ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കണമെന്നാണ് എന്നുള്ള വസ്തുത ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ സ്ത്രീയകത്തുണ്ടായി, യേശു തന്നെ ദൈവമാണെന്നുള്ള ആശയമുണ്ടായി, യേശു ദൈവത്തിനാണെന്നുള്ള ആശയമുണ്ടായി. ഇതെങ്ങനെ ഉണ്ടായത്? ഇത് സ്വാഭാവികമായി പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. മുൻപുള്ള പ്രവാചകന്മാർക്ക് മുഴുവനും അവതരിപ്പിക്കപ്പെട്ട ആശയത്തിലേക്ക് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചത്. മുഹമ്മദ് നബി ഒരു പുതിയ മതം കൊണ്ടുവരല്ല ചെയ്തത്. മക്കയിലെ മുശ്രിക്കുകളുണ്ട്, അവർ ഇബ്രാഹിമിന്റെ മില്ലത്തിലുള്ളവരാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചത് മുമ്പുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്ന അതേ സാധനം പഠിപ്പിക്കാനാണ്. മുമ്പുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്ന സാധനത്തിൽ ആകപ്പാടെ ഇന്ന് ലോകത്ത് മേൽവിലാസമുള്ള 2 കിതാബേ ബാക്കിയുള്ളൂ. അത് തൗറാത്തും ഇഞ്ചീലുമാണ്.
ആ തൗറാത്തും ഇഞ്ചിയിലും ചെയ്ത്താൻ പോയി കേടുവരുത്തി. എങ്ങനെ കേടുവരുത്തി? അള്ളാഹ് എന്ന് പറയുന്ന പഠിച്ചവൻ്റെ പേര് പോലും ആ പുസ്തകത്തിലില്ല. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ പേര് പോലും ആ പുസ്തകത്തിലില്ല. മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരാൾ വരാൻ പോകുന്നുണ്ട്, അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ പറയുന്നതിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന ആശയം ആ പുസ്തകത്തിലില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈ ബൈബിള് എന്ന് പറയുന്ന തൗറാത്തും ഇഞ്ചിയിലൊക്കെ ഈ കോലത്തിലായി, ഒന്നിനും കൊള്ളാത്ത കോലത്തിലായി. ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒന്നും അല്ലാതായി പോയി, ഇസ്ലാം അല്ലാതായി പോയി. അതും 100% പരാജയപ്പെട്ടു. കാരണം അവിടെയും ചെയ്ത്താൻ ഇടപെട്ടു, ബൈബിളിൽ ചെയ്ത്താൻ ഇടപെട്ടു. അതുകൊണ്ട് അതെല്ലാം കൊളായി. കൊളായ മതം ഏതാണ്? ഇസ്ലാം. ചോദ്യം എന്താണ്? ഇസ്ലാം അജയ്യമാണ്, അന്യൂനമാണ് എന്ന് പറയുന്നു. ഇന്നത്തെ മുസ്ലിങ്ങൾ തന്നെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായി തമ്മിൽ തള്ളുന്നു. ആശയപരമായി തമ്മിൽ തല്ലുമ്പോൾ എങ്ങനെയാണ് ഇത് അജയ്യവും അന്യൂനവും ആവുക എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അക്ബർ വിശദീകരിക്കുന്നത് എന്താണ്? ഇന്നത്തെ ഇസ്ലാം മാത്രമല്ല, ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള ഇസ്ലാമും അന്യൂനമോ അജയ്യമോ അല്ലാതെ അത് വട്ടപൂജ്യമായി പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. എങ്ങനെയുണ്ട്? ഇസ്ലാം അന്യൂനവും അജയ്യവുമാണ് എന്ന് ബാനർ വെച്ചുകൊണ്ടുള്ള സെമിനാർ. എന്ത് പഠിപ്പിക്കാനാണ് ഈ സെമിനാർ നടത്തുന്നത്? ഇസ്ലാം ന്യൂനത മാത്രമേ ഉള്ളൂ, അത് വട്ടപൂജ്യമാണ്, അത് സമ്പൂർണ്ണമായി നശിച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് അത് ചൈത്താൻ്റെ മതമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മുഹമ്മദ് നബി വരെ ഉള്ളതൊക്കെ ചൈത്താൻ്റെ കയ്യിലായി. ഇനിയിപ്പോൾ മുഹമ്മദ് നബീൻ്റെ കയ്യിലുള്ള സാധനം ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കോലത്തിലായതിൻ്റെ കാരണം എന്താണ്? അതും ചൈത്താനാണെന്നാണ് അവസാനം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അജയ്യവും അന്യൂനവുമായ ഒരു മതം പഠിച്ചവനുണ്ടാക്കിയിട്ട് മനുഷ്യന് കൊടുത്തയച്ചിട്ട് അത് ഈ കോലത്തിലായത്? എങ്ങനെയാണ് ഈ കോലത്തിലായ ഒരു മതത്തെക്കുറിച്ച് അന്യൂനം എന്ന് പറയുക, അജയ്യം എന്ന് പറയുക? ഇതായിരുന്നു ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം, ചോദ്യം ചോദിക്കുന്ന നിങ്ങൾ വിചാരിച്ചതിനേക്കാളും മോശമാണ് സാധനം എന്നാണ് ഉത്തരം വിശദീകരിച്ചു വരുന്നത്. ബാക്കി കേൾക്കാം നമുക്ക്. ഇബ്രാഹിം മതത്തിന്റെ ആളുകളാണ് പറഞ്ഞത്. അവരോട് നിങ്ങൾ ഇബ്രാഹിമി മതത്തെ ഒഴിവാക്കണം എന്നല്ല മുഹമ്മദ് നബി പറഞ്ഞത്, മറിച്ച് ഇബ്രാഹിമി മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം എന്നാണ്. ഇബ്രാഹിമി മതത്തിൽ നിങ്ങൾ കുറെ പോയിട്ടുണ്ട്. മദീനയിലെ ജൂതന്മാർ മൂസയുടെ മതത്തിലാണ് പറഞ്ഞിരുന്നത്. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൂസയുടെ യഥാർത്ഥ മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. നജറാനിലെ ക്രൈസ്തവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യേശുവിന്റെ ഈസാ നബിയുടെ യഥാർത്ഥ മതത്തിലേക്ക് തിരിച്ചു പോകണം. ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്, സ്വാഭാവികമായി മനുഷ്യർക്ക് ആശയങ്ങളിൽ, പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളിൽ മാറ്റം വരുത്തി. അങ്ങനെയാണ് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടായത്. ശരി, അപ്പോൾ അള്ളാഹു ഒരു മതം ഉണ്ടാക്കിയ ആ മതം പൊളിഞ്ഞു, അത് വ്യത്യസ്ത മതങ്ങളായി പൊളിഞ്ഞുപോയി. അതിന് കാരണം ചൈത്താനാണ്. ഈ ഉണ്ടാക്കിയ മതം ഏതാണ്? ഇസ്ലാമാണ്. അത് അന്യൂനമാണ്, അജയ്യാണ്. അന്യൂനവും അജയ്യവുമായ ഇസ്ലാം അത് ക്രിസ്തുമതമായിട്ടും ജൂതമതമായിട്ടൊക്കെ മാറിപ്പോയി. അതിനകത്ത് നിന്ന് അള്ളയും പോയി, അതിനകത്ത് നിന്ന് ഇസ്ലാം എന്നുള്ള പേരും പോയി. എന്ന് മാത്രമല്ല, അള്ളാഹുവിന് പകരം ആരാധിക്കാൻ അവിടെ ഈസാ നബിയെ തന്നെ ദൈവമായി ആരാധിക്കുന്ന കോലത്തിലേക്ക് ഈ ബൈബിളും ക്രിസ്തുമതവും മാറിപ്പോയി. അതുപോലെ തന്നെ മൂസാ നബി കൊണ്ടുവന്നത് ഇസ്ലാം മതമായിരുന്നു. മൂസാ നബി അള്ളാഹനെ ആരാധിക്കാനാണ് പറഞ്ഞത്. ജൂതമതം എന്ന് പറയുന്ന മതമാണ് മൂസാ നബിയുടെ മതമായിട്ട് നിൽക്കുന്നത്. ജൂതമതക്കാരുടെ വിശ്വാസം അനുസരിച്ചോ അവരുടെ കിതാബ്, അവരുടെ കയ്യിൽ ഇന്നുള്ള കിതാബ് അനുസരിച്ചോ അള്ളാഹ് എന്ന് പറയുന്നൊരു പഠിച്ചവനുമില്ല, ഇസ്ലാം എന്ന് പറയുന്നൊരു മതമില്ല. അവരെ മതം ജൂതമതമാണ്. അവരെ പഠിച്ചവന് യഹോവയാണ്. മറ്റവരെ പഠിച്ചവനും യഹോവയും യേശു ക്രിസ്തു ഒക്കെയാണ്. അങ്ങനെ ആകെ കൊല്ലം കെട്ട് തുന്നം പാടിപ്പോയി. അള്ളാഹ് ഉണ്ടാക്കി കൊടുത്തയച്ച ഇസ്ലാം അജയ്യമായിട്ട് അന്യൂനമായിട്ട് അങ്ങ് മണ്ണടിഞ്ഞു പോയി. എല്ലാം ചെയ്ത്താൻ്റെ പണിയാണ്. ചെയ്ത്താൻ ആരാണ്? അള്ളയാണ്. അജയ്യമായ അന്യൂനമായ ഒരു മതത്തിൻ്റെ കോലം എന്താണെന്ന് കൃത്യമായിട്ട് എം അക്ബർ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ഞാനായിട്ട് അങ്ങനെ മുങ്ങണ്ട, മുങ്ങുകയാണെങ്കിൽ ഇസ്ലാമിനെയും കൂടി കൊണ്ടേ ഞാൻ മുങ്ങുള്ളൂ എന്ന വാശി പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അവസാനത്തെ കൂതാശ, അവസാനത്തെ ആണി അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എം അക്ബർ. എം അക്ബർ വിശ്വാസിയല്ല എന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാം. പക്ക മുനാഫിക്കാണ്. ഈ മതത്തെ കച്ചവടം ചെയ്യുന്നവനാണ്. ഇനി പിശാച് ഇതിനൊക്കെ കേടുവരുത്തി എന്ന് പറയുന്ന എം അക്ബർ തന്നെ അള്ളാഹിൻ്റെ കിതാബ് കേടുവരുത്തിയത് നമ്മൾ ആഴക്കടൽ സംവാദത്തിൽ കണ്ടതാണ്. അള്ളാഹിൻ്റെ കിതാബ് എടുത്തിട്ട് തോന്നിയ മാതിരി എഡിറ്റ് ചെയ്യുകയും നുണ പറയുകയും അറബി ഭാഷയുടെ ഗ്രാമർ അനുസരിച്ച് പോലുള്ള അർത്ഥം മാറ്റി പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് പിശാചിൻ്റെ പണി അവിടെ എടുത്തത് എം അക്ബർ ആയിരുന്നു. അപ്പോൾ വിശ്വാസിയായ ഒരാൾ, സത്യസന്ധതയുള്ള വിശ്വാസിയായ ഒരാൾക്ക് ഒരിക്കലും അയാൾ വിശ്വസിക്കുന്ന ഒരു വേദഗ്രന്ഥം കേടുവരുത്താൻ പറ്റില്ല. ആ പണി അക്ബർ ചെയ്തു. അതേ പണി ജൂതന്മാരും പിന്നെ ക്രിസ്ത്യാനികളും ചെയ്തു എന്നാണ് അക്ബർ അവർക്കെതിരെ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് പോലും അവരുടെ മതം ഇസ്ലാം അല്ലാത്ത വേറെ മതമായി മാറിയത്.
ഇസ്ലാം എന്ന മതം ആദം നബി മുതൽ ഉണ്ടാക്കിയ മതമാണ്, മുഹമ്മദ് നബി വരെ ഉണ്ടാക്കിയ മതമാണ്. ആ മതം അജയ്യമായിട്ട് അന്യൂനമായിട്ട് അവിടെ മയ്യത്തായി പോയിട്ടുണ്ട്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ മായന. ഇബ്രാഹിം നബീൻ്റെ മതം തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് ജൂതന്മാരോട് മുഹമ്മദ് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് വന്നത്. അപ്പോൾ ജൂതന്മാർ മുഹമ്മദിനോടൊരു ചോദ്യം ചോദിച്ചു, ഇബ്രാഹിം നബീൻ്റെ മതമാണെങ്കിൽ നിങ്ങളെന്തിനാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി തിന്നുന്നത്, നിങ്ങളെങ്ങനെ മുയലിൻ്റെ ഇറച്ചി തിന്നുന്നത്, നിങ്ങളെങ്ങനെ ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുന്നത്, ഇബ്രാഹിം നബീൻ്റെ മതത്തിൽ അതൊക്കെ ഹറാമാണല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് മുഹമ്മദിൻ്റെ അള്ളാഹുവും ഓല കിതാബിൽ ഒരു മാറ്റം വരുത്തിക്കണു എന്നുള്ള വാദം കൊണ്ടുവന്നത്. കാരണം അവരെ കിതാബിലുണ്ട് ഈ സാധനം, ഇതൊക്കെ ഹറാമാണെന്നുള്ളത്. അത് മുഹമ്മദിന് അറിയില്ലായിരുന്നു. മുഹമ്മദിന് അത് അറിയില്ലാത്തത് കൊണ്ട് മുഹമ്മദ് ബഡായി പറഞ്ഞു, നിങ്ങളുടെ മതത്തിൽ അങ്ങനെയൊന്നും ഇല്ല, എന്നാൽ നിങ്ങൾ കിതാബ് കൊണ്ടുവരി, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കിതാബ് കൊണ്ടെന്ന് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആ കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമായി. അപ്പോൾ മുഹമ്മദ് വീണെടുത്ത് കിടന്ന് ഉരുളാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ തനിക്ക് പറ്റിയ അമളിയിൽ നിന്ന് ജാള്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞ ഒരു സൂത്രമായിരുന്നു നിങ്ങളെ കിതാബ് നിങ്ങൾ കേടുവരുത്തി എന്നുള്ളത്. അങ്ങനെ കിതാബ് കേടുവരുത്തി എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബീൻ്റെ മതം അല്ല നിങ്ങൾ കൊണ്ടുനടക്കുന്നത് അല്ല എന്നത് ഈ ജൂതന്മാരും ഈ മുഹമ്മദിൻ്റെ മുമ്പിൽ തെളിയിച്ചപ്പോൾ, അവരുടെ വേദഗ്രന്ഥം വെച്ച് തെളിയിച്ചപ്പോൾ ആ വേദഗ്രന്ഥം തന്നെ തെറ്റാണ്, നിങ്ങൾ കേടുവരുത്തിയതാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിൻ്റെ അള്ളാഹുവും ചെയ്യേണ്ടിയിരുന്നത് കേടുവരുത്തിയ ആ കിതാബിൻ്റെ ഒറിജിനൽ ഒരു കോപ്പി കൊണ്ടുവന്നിട്ട് അവിടെ പ്രദർശിപ്പിക്കണമായിരുന്നു. സർവശക്തനായ അള്ളാഹു മൂസാ നബിക്ക് കല്ലും എഴുതി കൊടുത്തയച്ച സാധനമാണല്ലോ. ആ സാധനം അതിൻ്റെ ഒരു ഒറിജിനൽ കോപ്പി, ഈ കേടുവരുത്താത്തൊരു കോപ്പി കൊണ്ടുവന്ന് കൊടുക്കാൻ അള്ളാഹ്ക്കും ജിബ്രീലിനും എന്തേ കഴിയാതെ പോയത്? അത് കോപ്പി കൊണ്ടുവന്നിട്ട് ഇന്ന കാര്യത്തിൽ ഇവർ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നവിടെ ബോധ്യപ്പെടുത്തണമായിരുന്നില്ലേ? അതുപോലെ തന്നെ അവർ ഒരു കാര്യം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു. എന്താ അവരാവശ്യപ്പെട്ടത്? ഞങ്ങളെ കിതാബ് അനുസരിച്ച് പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിന് ബലി നൽകാൻ വേണ്ടിയിട്ട് ഒരു മൃഗത്തിനെ അറുത്ത് ഹോമകുണ്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തീപ്പെട്ടി വരച്ചിട്ടല്ല തീ കത്തിക്കൽ, ദൈവം നേരിട്ട് അവിടെ തീ കത്തിച്ചിട്ട് അത് ചുട്ട് തരികയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രവാചകന്മാരാണെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ, കാരണം ഞങ്ങളുടെ പ്രവാചകന്മാരുടെ കാലത്ത് അങ്ങനെയായിരുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് അള്ളാഹു എന്താ മറുപടി പറഞ്ഞത്? അതിനൊന്നും കഴിയൂല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരുടെ മുമ്പിൽ പരാജയപ്പെടുകയും മുഹമ്മദ് വെള്ളം കുടിക്കുകയും ചെയ്ത കഥയാണ് ഈ ഖുർആനിലും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും നമ്മൾ കാണുന്നത്. എന്നിട്ട് ഇവിടെ പറയാണ് ഇബ്രാഹിം നബി കൊണ്ടുവന്നത് ഈ മതം തന്നെയായിരുന്നു, ഈസാ നബി മൂസാ നബിയും കൊണ്ടുവന്നത് ഈ മതം തന്നെയായിരുന്നു. അവരൊക്കെ പറഞ്ഞത് അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണെന്നും അവരൊക്കെ പറഞ്ഞത് മതം ഇസ്ലാമാണ് എന്നുമാണ് എന്നൊക്കെയാണ് അക്ബർ പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആൾക്കാരും അതാണ് പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇബ്രാഹിമിൻ്റെയും ആ മൂസയുടെയും ആ ഈസയുടെയും ഒക്കെ യഥാർത്ഥ മതവും യഥാർത്ഥ കിതാബും എന്തുകൊണ്ട് ഈ അജയ്യ മതത്തിൻ്റെ ദൈവമായ അള്ളാഹു സംരക്ഷിച്ചില്ല? അതിൻ്റെ ഒരു കോപ്പിയെങ്കിലും സംരക്ഷിച്ചുകൊണ്ട്, അതിനൊരു തെളിവെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ സംരക്ഷിച്ചുകൊണ്ട് ആ പറഞ്ഞത് സത്യമാണ് എന്ന് എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തിയില്ല? ലോകത്തെവിടെയെങ്കിലും അള്ളാഹു എന്ന് പറയുന്ന ഒരു പഠിച്ചവനെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജിൻ്റെ ഒരു മൂല കിട്ടിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒരു കല്ലുമ്മല ഒരു തോലുമ്മല എല്ലുമ്മല എഴുതി വെച്ചത് അള്ളാഹു എന്നുള്ള പേര് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇസ്ലാം എന്ന മതത്തിൻ്റെ പേര് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ എവിടെയാണ് ഈ 1,24,000 പ്രവാചകന്മാർ വന്നിട്ട് പഠിപ്പിച്ച തൗഹീദ് പഠിപ്പിച്ച അജയ്യമായ ഇസ്ലാമിൻ്റെ ഫോസിലെങ്കിലും ബാക്കിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇത് ബാക്കിയുള്ളത്? അള്ളാൻ്റെ അടുത്ത് ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹ് അത് കൊടുത്തേക്കണ്ടേ? ഒടുക്കത്തെ നബീൻ്റെ കയ്യിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പി കൊടുത്തേക്കണ്ടേ? എന്തേ കൊടുത്തയക്കാതിരുന്നത്? ഓല മതത്തിൽ കേട് വരുത്തിയിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തി, അത് ഇന്ന സമയത്ത് ഇന്ന ആവശ്യത്തിന് ഇവർ മാറ്റം വരുത്തി എന്ന് വെളിപ്പെടുത്തണ്ടേ സർവജ്ഞാനിയായ അള്ളാഹു? അങ്ങനെ ആരെങ്കിലും മാറ്റം വരുത്തുമോ? മാറ്റം വരുത്തും. എം അക്ബറിനെ പോലെയുള്ള മുനാഫിക്കുകൾ മാറ്റം വരുത്തും. പക്ഷേ അത് വിശ്വാസികളായ മുഴുവൻ ആളുകളും അത് അംഗീകരിച്ചെങ്കിലല്ലേ മറ്റേത് പൂർണ്ണമായി നശിക്കുകയും ഇത് മാത്രമായി നിലനിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനികൾ അവരുടെ ബൈബിള് പൂർണ്ണമായും മാറ്റം വരുത്തിയിട്ട്, അല്ലെങ്കിൽ ജൂതന്മാർ അവരുടെ തൗറാത്ത് പൂർണ്ണമായും മാറ്റം വരുത്തിയിട്ട് ആ വിശ്വാസികളായ മുഴുവൻ ജൂതന്മാരും അത് അംഗീകരിച്ചുകൊണ്ട് അവരെ കിതാബിലും ആ പുതിയ മാറ്റം വരുത്തിയ കിതാബും കൊണ്ടു നടക്കുമോ? ക്രിസ്ത്യാനികളുടെ ബൈബിൾ, ഒറിജിനൽ ബൈബിൾ വായിച്ചും പഠിച്ചും അതനുസരിച്ചും ജീവിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ആ ബൈബിളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ വിശ്വാസികൾ കൂട്ടത്തോടെ ആ മാറ്റം അംഗീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ
പിന്നെ ആ മതം കൊണ്ട് എന്താ കാര്യമുള്ളത്? ചെയ്ത്താൻ വന്നിട്ട് ഇതൊക്കെ കേടുവരുത്തുമ്പോൾ ഈ വിശ്വാസികളെല്ലാവരും ആ ചെയ്ത്താൻ്റെ കെണിയിൽ പെട്ടിട്ട് ആ വിശ്വാസത്തെ നാശമാക്കി വേറൊരു കിതാബും കൊണ്ട് വേറൊരു മതം ഉണ്ടാക്കുമോ? ഈ പറയുന്നതിനൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന എന്തെങ്കിലും ഒരു അംശം ഇതിനകത്തുണ്ടോ? അറുവഷളത്തരം മണ്ടത്തരമല്ലേ ഈ പറയുന്നത് മുഴുവൻ? പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ പറയുന്നത്? ഇസ്ലാമാണ് ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ ഉണ്ടായിരുന്ന ഈ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നുണ്ടാക്കിയ മതമെങ്കിൽ ആ മതത്തിൻ്റെ ഒരു കഷണമെങ്കിലും ലോകത്തെവിടെയെങ്കിലും ബാക്കിയായിട്ടില്ല എങ്കിൽ ഈ മതം എങ്ങനെയാണ് അന്യൂനമാണ് എന്ന് പറയുക? ഇനി മുഹമ്മദിന് ശേഷം ഉണ്ടായ മതം അന്യൂനമാണോ അല്ലേ? അത് അജയ്യമാണോ അല്ലേ? അതായിരുന്നു ചോദ്യം. ആ മതത്തിൻ്റെ ആളുകൾ തമ്മിലടിക്കുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു ചോദ്യം. ക്രിസ്ത്യാനികൾ തമ്മിലടിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ തമ്മിലടിക്കുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ തമ്മിലടിക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ആശയപരമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിൽ തെരുവിലിറങ്ങി തമ്മിൽ തല്ലുകയോ അല്ലെങ്കിൽ പരസ്പരം പള്ളികളിൽ ബോംബ് വെച്ചുകൊണ്ട് ആളെ കൊല്ലുകയോ ചെയ്യുന്നില്ല. മുസ്ലിങ്ങൾ അതുപോലും ചെയ്യുന്നു. അജയ്യവും അന്യൂനവുമായ ഒരു മതമാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമോ എന്നായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ബാക്കി നമുക്ക് കേൾക്കാം. ഒരൊറ്റ സമുദായമായിരുന്ന മനുഷ്യരെ യഥാർത്ഥത്തിൽ വഴി നടത്തുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. ആ പ്രവാചകന്മാരുടെ ശേഷം അവർ തന്നെ ഭിന്നിച്ചതുകൊണ്ടാണ് പൈശാചികമായ പ്രലോഭനങ്ങൾ. മുൻപുള്ള പ്രവാചകന്മാർക്ക് മാത്രമുള്ളതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങൾ ഉണ്ടാകും. വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശക്തമായി പിടിക്കേണ്ടത് പരിശുദ്ധ പ്രവാചകന്റെ സൈന്യമാണ്. മുൻപുള്ള പ്രവാചകന്മാരുടെ ആശയങ്ങൾ അത് തിരുത്തിയതോടൊപ്പം വേദഗ്രന്ഥങ്ങൾ തിരുത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ എന്ത് പഠിപ്പിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് നിർവാഹമില്ല. അതെ, പ്രവാചകന്മാർ എന്ത് പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ പോലും മനുഷ്യന്മാർക്ക് ലോകത്ത് നിർവാഹമില്ലാത്ത വിധത്തിൽ മുഹമ്മദ് നബി വരെയുള്ള ഇസ്ലാം തകർന്നു തരിപ്പണമായിപ്പോയി. ഇസ്ലാം അജയ്യമാണ്, അന്യൂനമാണ്. ഇനി മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഇസ്ലാമിന് എന്താ സംഭവിച്ചത്? അത് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് കഷ്ണങ്ങളായിട്ട് വേർതിരിച്ച് പോകുന്നു, അതിലൊക്കെ പിശാച് വന്ന് ഇടപെടുമെന്ന് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിക്ക് ശേഷമുള്ള ഇസ്ലാമും പിശാചിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ മുഴുവൻ എന്ന മട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് തമ്മിൽ തല്ലി അങ്ങനെ അങ്ങോട്ട് ഇല്ലാതാവും എന്ന് തന്നെ നമ്മൾ നബിയും പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം അജയ്യമാണ്, അന്യൂനമാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാം അന്യൂനമാണ്, അജയ്യമാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഇസ്ലാമും ചിന്ന ഭിന്നമായി പോകുന്നു. മുത്ത് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പിശാച് കേടുവരുത്തുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് അന്യൂനം അജയ്യം? പിശാച് അന്യൂനനാണ്, അജയ്യനാണ്. പക്ഷേ ഇസ്ലാം വട്ടപൂജ്യമാണ്, ബാക്കിയുള്ളതും വട്ടപൂജ്യമാണ്. ഇനി ഇതിനെന്താണ് പരിഹാരം? നമ്മൾ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങണം. അപ്പോൾ ഈ തമ്മിൽ തല്ലുന്നത് എന്തിൻ്റെ പേരിലാണ്? ഖുർആൻ്റെ ഹദീസിൻ്റെ പേരിലാണ്. ഖുർആനിലുള്ള കാര്യം, ഹദീസിലുള്ള കാര്യം, ഇവയെല്ലാം തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കാരണമാണ് ഈ തമ്മിൽ തല്ലുന്നത്. അതിന് പരിഹാരം എന്താണ്? പിന്നെ നമ്മൾ ഖുർആനിക്ക് തന്നെ പോകണം, ഹദീസിക്ക് തന്നെ പോകണം. ഏത് ഖുർആനിക്ക് പോകണം, ഏത് ഹദീസിക്ക് പോകണം? ഇതാണ് തമ്മിലടിയുടെ പ്രശ്നം. അതിന് പരിഹാരം നമ്മൾ ഖുർആനിക്ക് പോകണം, ഹദീസിക്ക് പോകണം. എവിടേക്ക് പോകണം? ഈ പറയുന്ന എം അക്ബറും കൂട്ടരും പ്രതിനിധാനം ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ നേർച്ചയും പൂരം ഇതൊക്കെ സിർക്കാണ്, ശരിയായ തൗഹീദ് ഇതാണെന്നും പറഞ്ഞിട്ട് വന്ന ആ പ്രസ്ഥാനത്തിൽ ആകെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ 1% ആളുകളെ മുജാഹിദുകളായിട്ടുള്ളൂ. ആ 1% ആളുകളുള്ള മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് 26-27 കഷ്ണങ്ങളായിട്ട് തമ്മിൽ തല്ലുകയാണ്. ഈ വ്യത്യസ്ത മതങ്ങളായി മാറാൻ കാരണം പിശാചാണെന്നാണ് പറഞ്ഞത്. പിശാച് ഇടപെട്ടു, ആകെ കേടെത്തി കുലുമാലാക്കി. നബിക്ക് ശേഷമുള്ള മതം ഈ കോലത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളാവുന്നത് പിശാച് ഇടപെടുന്നതുകൊണ്ടാണ്. അതും അങ്ങനെയൊക്കെ ആവുമെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഒറിജിനൽ തൗഹീദിൻ്റെ ആൾക്കാരെ എന്നും പറഞ്ഞു വന്ന മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഈ അക്ബറിനെ പോലുള്ളവർ പ്രതിനിധാനം ചെയ്യുന്ന അവർ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സാധനം, ഈ വഹാബിസം എന്ന് പറയുന്ന സാധനം ഇന്ന് കേരളത്തിൽ 10-25 കഷ്ണങ്ങളായിട്ട് തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. എന്തിൻ്റെ പേരിലാണ് തമ്മിലടിക്കുന്നതെന്നറിയോ? ഖുർആൻ്റെ പേരിൽ, ഹദീസിൻ്റെ പേരിൽ. അക്ബർ ഇതിനൊക്കെ പരിഹാരം എന്താ പറഞ്ഞത്? ഖുർആനിക്കും ഹദീസിക്കും പോവുക. അങ്ങനെ പോയാൽ എന്താ സംഭവിക്കുക? ഇന്ന് മുജാഹിദുകൾ, ഇപ്പോൾ കേരളത്തിൽ മുജാഹിദുകൾ 2-3 പ്രധാന ഗ്രൂപ്പുകളായിട്ട് തെരുവ് തോറും നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരണ ചെയ്യുന്ന വിഷയം എന്താണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ, ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നത് അവരുടെ ചർച്ചയുടെ ഭാഗങ്ങൾ വെച്ചുകൊണ്ട്, അത് പരിശോധിച്ചാൽ എന്താണ് ഭിന്നതയ്ക്ക് കാരണം? ഖുർആനും ഹദീസുമാണ് കാരണം. ഉദാഹരണം ഇത് തന്നെ എടുക്കാം നമുക്ക്. ഏറ്റവും അവസാനത്തെ മുജാഹിദുകൾക്കിടയിലുള്ള 2-3 ഗ്രൂപ്പുകൾ തമ്മിൽ നടക്കുന്ന തർക്കത്തിൻ്റെ അടിസ്ഥാനം എന്താണ്?
മുഹമ്മദ് നബിക്ക് മാരണം ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസ് ഖുർആൻ വിരുദ്ധമാണ് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. അതിനവർ പറയുന്ന ന്യായം, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാചകന് മരണം ബാധിച്ചു എന്ന് പറയുന്നവർ അക്രമികളാണ് എന്ന്. അതുകൊണ്ട് പ്രവാചകന് മരണം ബാധിച്ചു 5-6 മാസം ഭ്രാന്തായി എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസാണെങ്കിലോ ഭയങ്കര സഹീഹാണ്, മുത്തഫഖുൻ അലൈഹി, അതിൻ്റെ അപ്പുറത്തേക്കുള്ള സഹീഹാണ്, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുള്ളതാണ്. അതിന് കാരണം അതിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് 2 സൂറത്തുകൾ തന്നെ ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 2 സൂറത്തുകൾ മാരണം ചെയ്താൽ, കൂടോത്രം ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട കെട്ടുകൾ അഴിക്കാനുള്ള മന്ത്രങ്ങളാണ്. 11 മന്ത്രങ്ങളാണ് ഈ അവസാനത്തെ 2 സൂറത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സംഭവം എല്ലാ തഫ്സീറുകളിലും വിശദീകരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ സംഭവം വിശദീകരിക്കുന്ന ഹദീസ് സഹീഹായി ഈ സമുദായം ഏറ്റുകൊണ്ട് നടക്കുന്നത്. ഇവിടെ മുജാഹിദിലെ ഒരു വിഭാഗം എന്താ പറയുന്നത്, മരണം ബാധിച്ചു നബിക്ക് എന്ന് പറഞ്ഞാൽ അക്രമമാണ്, നബിക്ക് മരണം ബാധിക്കൂല. എന്നാൽ ഖുർആൻ എന്താ പറയുന്നത്, നബിക്ക് മരണം ബാധിച്ച സന്ദർഭത്തിൽ ഓതാൻ വേണ്ടി ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ 2 സൂറത്തുകൾ ഖുർആനിൽ കിടപ്പുണ്ട്. ഈ ഖുർആനിലുള്ള ഈ സാധനവും ഈ അതേ ഖുർആനിലുള്ള മറ്റേ സാധനവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഈ ഹദീസിലുള്ള സാധനവും ഈ ഖുർആനിലുള്ള മറ്റേ സാധനവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ തർക്കത്തിൻ്റെ കാരണം. തർക്കം പരിഹരിക്കാൻ എങ്ങോട്ട് പോകണമെന്നാ അക്ബർ പറഞ്ഞത്? നമുക്ക് ഖുർആനിക്കും ഹദീസിക്കും പോയാൽ മതിയെന്നും. ഏത് ഖുർആനിക്കാണ് പോകണോ? വിസ്ഡം ഖുർആനിക്ക് പോകണോ, മർക്കസുദൈവ ഖുർആനിക്ക് പോകണോ, KNM ഖുർആനിക്ക് പോകണോ എന്നതായിരുന്നു അടിസ്ഥാന ചോദ്യം. ഇവിടെ വിസ്ഡം ഖുർആൻ ഒന്ന്, മർക്കസ് ഖുർആൻ ഒന്ന്, KNM ഖുർആൻ ഒന്ന്, വിസ്ഡം ഹദീസ് ഒന്ന്, മർക്കസ് ഹദീസ് ഒന്ന്, KNM ഹദീസ് ഒന്ന്. ഇതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് സൗകര്യമുള്ള ആയത്തെടുത്തുകൊണ്ടും ഹദീസ് എടുത്തുകൊണ്ടും ഇതങ്ങനെയല്ല അതിങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടോത്രമുണ്ട്, കൂടോത്രം ബാധിക്കും, കൂടോത്രം ബാധിച്ചാൽ ഈ മന്ത്രം ചൊല്ലിയാൽ മതി, മനുഷ്യന്മാരെ ചെയ്ത്താൻ മനുഷ്യന്മാരെ മേലെ കയറും, ജിന്ന് മേലെ കയറും, ജിന്നിന് പലതും ചെയ്യാൻ കഴിയും, ജിന്നിനോട് സഹായം തേടാൻ പറ്റും, ഇങ്ങനെ തേടാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടുള്ള തർക്കമാണ്. ആ തർക്കത്തിൻ്റെ അടിസ്ഥാനം ഹദീസും ഖുർആനുമാണ്. അപ്പോൾ ഹദീസിൻ്റെയും ഖുർആൻ്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തർക്കം. ആ തർക്കം തന്നെയാണ് 900 ഗ്രൂപ്പുകളായിട്ട് ലോകത്ത് ഇസ്ലാം തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രബല ഗ്രൂപ്പായിട്ട് ആദ്യം വന്ന സുന്നി ഷിയ, അതും ആശയപരം തന്നെയാണ്. ആശയപരവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ കൊണ്ടാണ് സുന്നി ഷിയ ഉണ്ടായത്. കാരണം മുത്ത് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, നബീൻ്റെ കുടുംബക്കാർക്ക് മാത്രമേ, നബിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ഭരണാധികാരം പാടുള്ളൂ എന്ന്. അത് പറഞ്ഞ ഹദീസ് അവിടെ കിടപ്പുണ്ട്, സുന്നികളുടെ ഹദീസിൽ തന്നെ ഉണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബിക്ക് ശേഷം ആദ്യം ഖലീഫയാവേണ്ടിയിരുന്നത് അലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിയാക്കൾ ഇപ്പോഴും നിൽക്കുന്നത്. ഈ അബൂബക്കറും ഉസ്മാനും ഉമറും ഒന്നും മുസ്ലിങ്ങളെല്ലാം അവരൊക്കെ മുനാഫിക്കുകളാണെന്നും അവരുടെ മക്കളാണ് മുഹമ്മദ് നബിക്ക് വിഷം കൊടുത്ത് മുഹമ്മദ് നബിയെ കൊന്നത് എന്ന് വരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഷിയാക്കൾ. അതാണ് 2 പ്രബല ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ തന്നെ ഷിയാക്കൾ തന്നെ അനേകം ഉപഗ്രൂപ്പുകളുണ്ട്. സുന്നികളാണ് ഇപ്പോൾ ബാക്കി പറഞ്ഞ എല്ലാ ഗ്രൂപ്പുകളും. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഇവിടുത്തെ സുന്നി AK അങ്ങനെയുള്ള 900 സാധനങ്ങൾ സുന്നികൾ പിളർന്നുണ്ടായതാണ്. ആ സുന്നികൾ പിളരാനുള്ള കാരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ആ ഹദീസും ഈ ആയത്തും തമ്മിൽ വൈരുദ്ധ്യം, ആ ആയത്തും മറ്റേ ആയത്തും തമ്മിൽ വൈരുദ്ധ്യം, ഈ ഹദീസും മറ്റേ ഹദീസും തമ്മിൽ വൈരുദ്ധ്യം, ഖുർആനും ഹദീസും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും അതിലുള്ള അവ്യക്തതകളും അതിലുള്ള ആശയക്കുഴപ്പങ്ങളുമാണ് ഈ ഗ്രൂപ്പിസത്തിന് മുഴുവൻ കാരണമായത്. അക്ബർ എന്താ പറഞ്ഞത്? വ്യത്യസ്ത മതങ്ങളായി ഇസ്ലാം മാറാൻ കാരണം പിശാചാണ്, ഈ ഇസ്ലാമിൽ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാവാൻ കാരണം പിശാചാണ്. അപ്പോൾ ഏതാണ് പിശാച്? ഖുർആനാണ് പിശാച്, ഹദീസാണ് പിശാച്. ഖുർആനും ഹദീസും കാരണം ഇസ്ലാം മതത്തിൽ ഇത്രയേറെ ഭിന്നതകൾ ഉണ്ടാക്കിയെങ്കിൽ ആ ഭിന്നതകൾക്ക് കാരണക്കാരനായ പിശാചാരാണ് ഖുർആനും ഹദീസുമാണ്. അപ്പോൾ ഖുർആൻ പിശാചിൻ്റെ കൃതിയാണ് എന്ന് ഉറപ്പായില്ലേ? ഖുർആൻ പിശാചിൻ്റെ കൃതിയാണ് എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. ക്രിസ്ത്യാനികളിൽ നല്ലൊരു വിഭാഗം ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകൾ, മുഹമ്മദിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് ആരോപിക്കുന്നത് മുഹമ്മദ് ഒരു പിശാചിൻ്റെ പ്രതീകമായിരുന്നു എന്നും മുഹമ്മദിൻ്റെ ജീവിതം മുഴുവൻ പൈശാചികമായിരുന്നു എന്നും മുഹമ്മദിൻ്റെ ഖുർആനിൽ മുഴുവൻ പൈശാചികതയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നും അതുകൊണ്ട് മുഹമ്മദ് ഉണ്ടാക്കിയ മതം, ഇസ്ലാം എന്ന മതം, അള്ളാഹു എന്ന ദൈവം യഥാർത്ഥത്തിൽ ദൈവമോ യഥാർത്ഥത്തിൽ മതമോ അല്ല,
അത് പിശാചിൻ്റെ വേലയാണ് എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിൽ, ഈ മുഹമ്മദിൻ്റെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരൊക്കെ യഥാർത്ഥത്തിൽ പിശാചിനെയാണ് പിൻപറ്റുന്നത് എന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ് ശരിയെങ്കിൽ നാളെ ഈ മുസ്ലിങ്ങൾ എവിടേക്കാണ് പോവുക? നരകത്തിലേക്കാണ് പോവുക. അല്ലാന്ന് നിങ്ങളെങ്ങനെ ഉറപ്പിക്കുക? കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു എല്ലാ മതം കേടുവരുത്തുന്നത് പണിയാണ് ചെയ്ത്താനെന്നും 100% ചെയ്ത്താൻ അതിൽ വിജയിച്ചുവെന്നും അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചോൻ 100% തൻ്റെ മതത്തിൽ പരാജയപ്പെട്ടു എന്നുമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അജയ്യം അന്യൂനം എന്നാണ് നിങ്ങളുടെ മുദ്രാവാക്യം. അജയ്യം അന്യൂനം എന്ന് പറഞ്ഞാൽ 100% അജത്തായി പോയി എന്നാണോ അതിൻ്റെ അർത്ഥം? ആണെന്നല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ് വിശദീകരിച്ച് കൊണ്ടുവന്നത്. ബാക്കി കേൾക്കാം. എന്നാൽ അന്തിമ പ്രവാചകൻ അദ്ദേഹത്തിനോട് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥവും അദ്ദേഹത്തിന്റെ ജീവിതചര്യയും അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ സംരക്ഷിക്കപ്പെട്ടതിലേക്ക് തിരിച്ചു പോയാൽ മതി. ഖുർആനിലേക്കും സുന്നത്തിലേക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞതാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു പോകുക. അവിടെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വ്യാഖ്യാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പ്രവാചകൻ എന്ന് മതം പഠിച്ച ആദിമ തലമുറയിൽപ്പെട്ട ആളുകളുടെ വ്യാഖ്യാനം സ്വീകരിക്കുക. പ്രവാചകൻ എന്ന് മതം പഠിച്ച സ്വഭാവിമാരുടെ ഏറ്റവും നല്ല വിഭാഗം, അതിനുശേഷം അവർക്ക് ശേഷമുള്ള വിഭാഗം, അതിനുശേഷം അവർക്ക് ശേഷമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച ആൾക്കാരുടെ സുന്നത്തും പിന്നെ ഈ പ്രമാണങ്ങളും അനുസരിച്ച് നമ്മളാണ്ട് പോയാൽ നമുക്ക് ശരിയിലേക്കാണ്ട് എത്തുന്ന, അതിലേക്ക് പോയതിൻ്റെ കോലാണ് ഈ കാണുന്നത്. അതിലേക്ക് പോകണോ പോകണ്ടേ എന്ന കാര്യത്തിലും കൂടി തർക്കമാണ്. അന്നത്തെ കാലത്ത് അവർ വ്യാഖ്യാനിച്ചതനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കണം എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് അവർ വ്യാഖ്യാനിച്ചത് തന്നെയാണോ അവരുടെ വ്യാഖ്യാനം എന്ന നിലക്ക് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. എന്ന് മാത്രമല്ല, ഒരു പഠിച്ചോൻ അന്യൂനവും അജയ്യവുമായ ഒരു മതത്തിന് കിതാബ് കൊടുത്തയക്കുമ്പോൾ അതിൽ 900 വ്യാഖ്യാനങ്ങൾ എങ്ങനെ വരിക? വ്യാഖ്യാനങ്ങൾ വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിൽ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. ആരാണ് വ്യക്തത ഇല്ലാതാക്കിയത്? ഈ മതം കേടുവരുത്തണം, ഈ കിതാബ് കേടുവരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി പിശാച് ഇടപെട്ടതല്ല എന്നെങ്ങനെ പറയുക? പിശാച് ഇതിലൊക്കെ ഇടപെടുമെന്ന് ഈ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. പഠിച്ചോൻ കിതാബ് ഇറക്കുമ്പോൾ, പഠിച്ചോൻ വെളിപാട് ഇറക്കുമ്പോൾ അതിലൊക്കെ കൊണ്ടുവന്നിട്ട് പിശാച് കുത്തിക്കണി ഉണ്ടാക്കും എന്നും അത് പിശാചിന് പണ്ടേ പതിവാണ് എന്നും എല്ലാ നബിമാർക്കെതിരെയും പിശാച് ആ പണി ചെയ്തിട്ടുണ്ടെന്ന് ഖുർആനിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നും അത് പിന്നെ അള്ളാഹിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തിരുത്തലാണ് പതിവ് എന്നൊക്കെ ഈ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് തിരുത്താനും ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത വിധം ഈ ഖുർആൻ മുഴുവനും പിശാചിൻ്റെ വചനങ്ങളായി ഇറങ്ങിയതാണെങ്കിൽ പിശാച് അള്ളാഹിനെ പോലും കബളിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയതാണ് ഈ ഖുർആനെങ്കിൽ അല്ലാന്നെങ്ങനെ പറയാൻ പറ്റുക? കാരണം 1,24,000 പ്രവാചകന്മാർ കൊണ്ടുവന്ന കിതാബ് മുഴുവൻ സമ്പൂർണ്ണമായി കേടുവരുത്തിയ പിശാചിന് ഇത് കേടുവരുത്താൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ? അത് കേടുവരുത്തണം തന്നെയാണ് അള്ളാഹ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹ് നരകത്തിനോട് വാഗ്ദാനം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പടച്ചു വിട്ടിട്ടുള്ളത് നമ്മളെ. എൻ്റെ പള്ള ഞാൻ നിറച്ചു തരാം എന്ന് നരകത്തിന് വാഗ്ദാനം കൊടുത്തിട്ടാണ് പഠിച്ചോൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എത്ര വലിയ നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്! പഠിച്ചോൻ സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യന്മാരെയും കൊണ്ടേ നിറച്ചാലേ അതിൻ്റെ പള്ള നിറയുള്ളൂ. അജാതി ഒരു നരകം ഉണ്ടാക്കി വെച്ചിട്ട് അതിനോട് നിൻ്റെ പള്ള നിറച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ സൃഷ്ടിക്കുകയും നരകത്തിലേക്കുള്ള വിറകായിട്ട് മനുഷ്യന്മാരെ വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാചിനെ കയർ ഊരി വിടുകയും ചെയ്ത ഒരു അള്ളാഹുവിനെയാണ് ഈ ഇസ്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പിശാചാണോ ദൈവമാണോ, ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, അത് രണ്ടും രണ്ടാണോ എന്ന കാര്യത്തിൽ പോലും മനുഷ്യന് യാതൊരു പിടിപാടുമില്ല. അതിൻ്റെ പേരിൽ പോലും ഇസ്ലാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് മുഅ്തസിലിയ ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും. മുഅ്തസിലിയാക്കർ പറഞ്ഞത് പിശാച് വേറെ അള്ള വേറെ, അള്ള ഉണ്ടാക്കിയതല്ല പിശാചിനെ, അള്ള പിശാചിനെ ഉണ്ടാക്കിയ പിന്നെ അള്ള തന്നെ പിശാചാവും എന്നാണ് അവർ പറഞ്ഞത്. അത് സാമാന്യ യുക്തിയുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ അജയ്യവും അന്യൂനവുമായ ഇസ്ലാം അന്നുമില്ല ഇന്നുമില്ല. അത് പിശാചിൻ്റെ പള്ളയിലാണ്. അത് നരകം നിറക്കാനുള്ള അള്ളാഹിൻ്റെ ഒരു പണിയാണിത് മൊത്തം എന്നാണ് ഈ മതത്തിൻ്റെ കഥ പറയുന്നത്. ഇത് അന്യൂനവും അജയ്യവുമാണോ അതോ സമ്പൂർണ്ണമായി മയ്യത്തായി പോയ ഒരു പിശാചിൻ്റെ സമ്പൂർണ്ണ വിജയത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് പൂർണ്ണമായിട്ട് 100% മയ്യത്തായി പോയൊരു സാധനമാണോ നിങ്ങളീ പറയുന്ന ഇസ്ലാം? ആണെങ്കിൽ അതെങ്ങനെയാണ് അന്യൂനമാവുക, എങ്ങനെയാണ് അജയ്യമാവുക? ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ചോദ്യം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, അവരുടെ അനുചരന്മാർ 3 തലമുറകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് നോക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ള എല്ലാ തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് സംരക്ഷിതമാകാനുള്ളതാണ്. എങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മദ്ഹബിനെ കുറിച്ച് ചോദിച്ചു, മദ്ഹബുകളുടെ ഇമാമികൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ അത് പരസ്പരം ചളിവാരി അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനില്ല. മദ്ഹബിന്റെ ഇമാമികൾ 4 ഇമാമികളാണ്. അവരുടെ ഒരാളുടെ അഭിപ്രായം അടുത്ത ആൾക്കുണ്ടാവുക. അതിന്റെ കാരണം എന്താണ്? അവർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയാം. എന്നാൽ അവർക്ക് പുതിയ തെളിവുകൾ കിട്ടിയാൽ അത് മാറ്റം ചെയ്യും.
പുതിയ തെളിവ് കിട്ടിയാൽ ഇനിയും മാറ്റും. ആരാ മാറ്റുക? ഇവിടെ എന്താ പറഞ്ഞത്? പ്രവാചകൻ്റെ അനുചരന്മാർ, അന്നത്തെ ആൾക്കാർ എങ്ങനെയാണ് ഖുർആനെ മനസ്സിലാക്കിയത്, അങ്ങനെ മനസ്സിലാക്കിയാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? എം അക്ബറാണ് പറയുന്നത്. ഈ എം അക്ബർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആഴക്കടൽ സംവാദത്തിൽ ഉൾപ്പെടെ ഖുർആൻ ശാസ്ത്രം പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുമ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അള്ളാൻ്റെ റസൂല് നേരിട്ട് പറഞ്ഞതും അള്ള വിശദീകരിച്ചതുമായ കാര്യങ്ങൾ പോലും ചാക്കിൽ കെട്ടിവെച്ചിട്ട് വായി തോന്നിയത് ഇന്നത്തെ കാലത്ത് പറയാവുന്ന രീതിയിൽ മാറ്റി പറഞ്ഞ ആളാണ് ഈ ബടായി ഇപ്പോൾ പറയുന്നത്, അല്ലേ? സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് നിനക്കറിയോ അബൂദർറേ എന്ന് ചോദിച്ചുകൊണ്ട് അബൂദറിന് സൂര്യന് രാവിലെ ഉദിച്ച് വൈകുന്നേരം അസ്തമിക്കുന്നതിൻ്റെ കഥ പറഞ്ഞു കൊടുത്ത ഹദീസ് അവിടെ കിടക്കുമ്പോൾ, ആ വിശദീകരണം അവിടെ കിടക്കുമ്പോൾ, അശംസ് തജ്രീലി മുസ്തഖരി ലഹ എന്ന ഖുർആൻ വാക്യത്തിന് ഈ അക്ബറും കൂട്ടരും നബിയും നബിയുടെ അനുചരന്മാരും വിശദീകരിച്ച കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആധുനിക ശാസ്ത്രം പറയുന്ന കാര്യങ്ങളിലേക്ക് വളച്ചൊടിച്ചിൽ നമ്മളൊക്കെ കണ്ടതാണ്, കേട്ടതാണ്. ഖുർആനിൽ വെള്ളത്തിൻ്റെ മുകളിൽ പരത്തി വെച്ച ഭൂമി ഒട്ടകമുട്ട എന്ന് നുണ പറഞ്ഞുകൊണ്ട് ഉരുട്ടിയ ആൾക്കാരാണ് ഇവരാണ് ഇപ്പോൾ പറയുന്നത്. നബി മനസ്സിലാക്കിയതുപോലെ, നബി വിശദീകരിച്ചതുപോലെ, അന്നത്തെ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒക്കെ റെഡിയാവുന്നു. അതിന് നേരെ വിരുദ്ധമായിട്ട് അവർ വ്യാഖ്യാനിച്ചതിനെ മുഴുവൻ ദുർവ്യാഖ്യാനിച്ച് മാറ്റിവെച്ചുകൊണ്ട് പുതിയ ദുർവ്യാഖ്യാനങ്ങളും പുതിയ അർത്ഥവ്യത്യാസങ്ങളും നടത്തിക്കൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും വായിൽ തോന്നിയതുപോലെ മാറ്റം വരുത്തിക്കൊണ്ട് ഈ മതം കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു കച്ചവടക്കാരനാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഇത് പറയുന്നത്. നബി വിശദീകരിച്ചതുപോലെ, നബിയുടെ കൂടെയുള്ള ആളുകൾ വിശദീകരിച്ചതുപോലെ, അവർ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളിവിടെ ഈ സംഘടന ഉണ്ടാക്കിയത്. നിങ്ങളിവിടെ ഇതുപോലുള്ള ഏർപ്പാടുകൾ നടത്തുന്നതെല്ലാം ഈ നബിയും നബിയുടെ അനുയായികളും അന്നത്തെ ആളുകളും വിശദീകരിച്ചതും വ്യാഖ്യാനിച്ചതുമായിട്ടുള്ള അർത്ഥങ്ങൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇത് കച്ചവടം ചെയ്യാവുന്ന രീതിയിൽ വായിൽ തോന്നിയ വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഈ പണി ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. എന്നിട്ട് അവരാണ് പറയുന്നത്, പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്ലാം അന്യൂനവും അജയ്യവും ആക്കാനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് നബിയുടെ അനുചരന്മാർ വ്യാഖ്യാനിച്ചതുപോലെ, നബി വിശദീകരിച്ചതുപോലെ ഖുർആൻ അങ്ങോട്ട് മനസ്സിലാക്കാൻ പോയാൽ മതി, ഇന്നാ പ്രശ്നമില്ല. അങ്ങനെയുണ്ട്. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ച വേറൊരു സൂത്രം നോക്കുക. ഇന്നും പള്ളികളിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടും തെരുവിൽ പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ടും ഗ്രൂപ്പിസം നടത്തുന്ന സംഘടനകളെക്കുറിച്ചായിരുന്നു ചോദ്യം. ഇയാൾ അതിൽ നിന്ന് മദ്ഹബ് ഇമാമുകളെ മാത്രം പെറുക്കിയെടുത്തുകൊണ്ട്, മദ്ഹബ് ഇമാമുകൾ ഉണ്ടായത് ഖുർആനും ഹദീസും വായിച്ചപ്പോൾ ഓരോ ഇമാമുകൾക്കും മനസ്സിലായതിലുള്ള വ്യത്യാസം കാരണം അവർ മനസ്സിലാക്കിയതുപോലെ അവർ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് മദ്ഹബുകൾ ഉണ്ടായത്. പക്ഷേ മദ്ഹബുകൾ തമ്മിൽ ചളിവാരി എറിയുന്നു, തമ്മിൽ തല്ലുന്നൊന്നുമില്ല. മദ്ഹബുകൾ തമ്മിൽ തല്ലുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മദ്ഹബുകൾ തമ്മിൽ തല്ലുന്നു എന്നല്ല ആരും ചോദിച്ചത്. മദ്ഹബുകൾ ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞെടുത്ത് തന്നെ ഇസ്ലാമിൻ്റെ അജയ്യതയും അന്യൂനതയും ഒക്കെ പൊളിയുന്നുണ്ട്. കാരണം ഒരു മദ്ഹബ് ഇമാമിന് ഹദീസുകൾ വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഖുർആൻ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യമല്ല വേറൊരു ഇമാമിന് വായിച്ചപ്പോൾ മനസ്സിലായത്. അതനുസരിച്ച് രണ്ടാളും രണ്ട് തരത്തിലുള്ള കർമ്മശാസ്ത്ര നിയമങ്ങളും ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഹദീസും ഈ ഖുർആനും ഒന്നും വ്യക്തതയുള്ളതല്ല, അന്യൂനമല്ല എന്ന് അവിടെ തെളിഞ്ഞു. അങ്ങനെ കുറേ മദ്ഹബുകൾ ഉണ്ടായി. ഈ മദ്ഹബുകൾ തമ്മിൽ തല്ലുകൂടുന്നില്ല എന്ന് പറഞ്ഞു. തമ്മിൽ തല്ലുകൂടാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ മദ്ഹബിൻ്റെ ഇമാമുമാരും ആ കാലത്തുള്ള പണ്ഡിതന്മാരും ഒരു തീരുമാനം എടുത്തു, നിങ്ങളാരും നേരിട്ട് ഖുർആനും ഹദീസും വായിച്ചിട്ട് ഇസ്ലാം മതം പഠിക്കേണ്ട കാര്യമല്ല. ഏതെങ്കിലും ഒരു മദ്ഹബ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് ആ മദ്ഹബിൽ ആ ഇമാമ് പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ മതി, സ്വർഗം കിട്ടും എന്ന് ഒരു തത്വം ഉണ്ടാക്കിയത് കൊണ്ട് ഓരോരുത്തരും അവരവരുടെ മദ്ഹബുകൾക്കനുസരിച്ച് ജീവിച്ചു പോരുകയാണ് ചെയ്തത്. ഇതിലേതെങ്കിലും ഒരു മദ്ഹബ് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നതിനൊന്നും ഒരു വ്യക്തതയില്ല. ഏത് മദ്ഹബിൽ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാലാണ് ഏറ്റവും നല്ല സ്വർഗം കിട്ടുക എന്നതിനൊന്നും ഒരു വ്യക്തതയില്ല. ഏത് മദ്ഹബുകാരൻ്റെയാണ് ഏറ്റവും ശരി എന്നുള്ളതിനും യാതൊരു വ്യക്തതയില്ല. അന്യൂനമായൊരു സാധനമായിരുന്നെങ്കിൽ ഒരു മദ്ഹബും ഉണ്ടാവില്ല, ഒറ്റ മദ്ഹബേ ഉണ്ടാവുള്ളൂ. ഒരവ്യക്തതയും ഉണ്ടാവില്ല, ഒറ്റ കിതാബേ ഉണ്ടാവുള്ളൂ. അതിൽ ഒരാശയ വ്യത്യാസവും ഉണ്ടാവില്ല. എല്ലാവർക്കും അത് ക്ലിയറായിട്ട് ഒരേപോലെ മനസ്സിലാവണം. എല്ലാവരും ഒരു ഉമ്മത്തായി നിൽക്കുകയും വേണം. അത് 1,24,000 പ്രവാചകന്മാരെ വന്നിട്ടും അവസാനത്തെ നബി അവസാനത്തെ കിതാബ് കൊണ്ടുവന്നിട്ടും അങ്ങനെ വ്യക്തതയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാത്ത, അവ്യക്തതകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത ഒരു കിതാബ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു പ്രമാണം കൊണ്ടുവരാനോ ഈ പറയുന്ന പഠിച്ചോനും പ്രവാചകന്മാർക്കും കഴിഞ്ഞിട്ടില്ല. ഈ പഠിച്ചോനും പ്രവാചകന്മാരും കൊണ്ടുവന്ന
ഈ മതപരമ്പരകൾ മൊത്തമാണ് ഇസ്ലാം എന്ന് പറയുന്നു. ആ ഇസ്ലാം ഒരു പൊടി പോലില്ലാത്ത മുഹമ്മദ് നബീൻ്റെ മുമ്പ് തന്നെ നശിച്ചു പോയിട്ടുമുണ്ട്. ബാക്കി മുഹമ്മദ് നബി കൊണ്ടുവന്ന സാധനം 900 ഗ്രൂപ്പാകുമെന്ന് മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ആവാനുള്ള കാരണം അതിലും പിശാച് ഇടപെട്ടിട്ടുണ്ട്. പിന്നൊന്ന് യഥാർത്ഥ പ്രമാണത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. യഥാർത്ഥ പ്രമാണത്തിലേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക എന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നത് എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ട് കള്ളം പറയുകയാണ് ഇവിടെ. യഥാർത്ഥ പ്രമാണം ഏതാണ് എന്ന കാര്യത്തിലുള്ള തർക്കമാണ് ഈ ഗ്രൂപ്പിസത്തിന് കാരണം. അത് പരിഹരിക്കാൻ വേണ്ടി യഥാർത്ഥ പ്രമാണത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നാണ് ഈ പറയുന്നത്. എങ്ങോട്ട് പോകണം എന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, 1% മുസ്ലിങ്ങളെ മാത്രം പ്രതിനിധീകരിക്കുന്ന മുജാഹിദുകൾക്കിടയിലാണെന്ന് 10-20 ഗ്രൂപ്പുകളായിട്ട് തർക്കിക്കുന്നത്. എന്തിനാണ് തർക്കിക്കുന്നത്? ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും അടിസ്ഥാനത്തിലാണ് തർക്കം. ആ ഹദീസ് ഇത് ഖുർആനെതിരാണ്, ഈ ഖുർആൻ ആ ഖുർആനെതിരാണ്, ആ ഹദീസ് ഈ ഹദീസിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തർക്കിക്കുന്നത്. അപ്പോൾ എവിടെ കുഴപ്പം? കുഴപ്പം ഹദീസിലാണ്, കുഴപ്പം ഖുർആനിലാണ്, കുഴപ്പം പ്രമാണത്തിലാണ്. ഈ പ്രമാണം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്നില്ല. അത് അന്യൂനമല്ല, അതിൽ ന്യൂനത മാത്രമേ ഉള്ളൂ. അത് മൊത്തം കൊളാണ്. എന്നിട്ട് പറയാണ് ന്യൂനതയില്ല, അജയ്യം. പക്ഷേ സാധനം സമ്പൂർണ്ണമായിട്ട് മയ്യത്തായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഇല്ലാതെയാകുവാനുള്ള അതിസുന്ദരമായ അതിവിശുദ്ധമായ സൂക്ഷ്മമായ ഒരു മാർഗം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒത്തു തന്നിട്ടുണ്ട്. അതനുസരിച്ച് പോവുകയാണ് വേണ്ടത്. അപ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾ സ്വാഭാവികമായി മനുഷ്യർക്കിടയിൽ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിന് ഖുർആനൊക്കെ പറയുന്നു നോക്കുക, സുന്നത്ത് പറയുന്നു നോക്കുക. ആ ഖുർആനെയും സുന്നത്തിനെയും ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള 3 തലമുറയിലുള്ള സ്വഹാബിമാരും താബിഈകളും താബിഈകളും എങ്ങനെ മനസ്സിലാക്കി നോക്കുക. ഇതാണല്ല അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള മാർഗം. അതുകൊണ്ടാണ് ഇസ്ലാം അന്യൂനവും അജയ്യവും മാത്രം. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള മാർഗം നമ്മൾ സുന്നത്തിലേക്ക് പോവുക, നമ്മൾ ഖുർആനിലേക്ക് പോവുക. അന്നത്തെ സഹാബികളും അതിൻ്റെ താബികളും താബികളും ഒക്കെ എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. അതൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് ആണ് പോയാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഗ്രൂപ്പിസം ഒന്നും ഉണ്ടാവില്ല. അതാണ് അജയ്യം അന്യൂനം എന്ന് പറഞ്ഞത്. ഇവിടെ എന്താ പ്രശ്നം? അന്യൂനം അജയ്യം എന്ന് പറഞ്ഞ ഒരു മതത്തിൽ എന്തുകൊണ്ട് ഗ്രൂപ്പിസം ഉണ്ടായി എന്ന ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരമാണിത്. ഈ ഗ്രൂപ്പിസം ഉണ്ടാവാൻ കാരണം അവസാനം പരിഹാരമായി പറഞ്ഞ കാരണമാണ്. പരിഹാരം എന്താ പറഞ്ഞത്? നിങ്ങൾ സുന്നത്തിലേക്ക് പോവുക, നിങ്ങൾ നബീൻ്റെ കാലത്തേക്ക് പോവുക, നബീൻ്റെ താബികളുടെ കാലത്തേക്ക് പോവുക, അവരെങ്ങനെ വിശദീകരിച്ചു എന്നുള്ളതിലേക്ക് പോവുക. അവർ വിശദീകരിച്ചത് എങ്ങനെയാണ്? അവർ വിശദീകരിച്ചപ്പോഴാണ് ആദ്യം തന്നെ 4 മദ്ഹബ് ഉണ്ടായത്, സുന്നി ഷിയ ഉണ്ടായത്, അടിപിടി മുഴുവൻ ഉണ്ടായത് അവരുടെ വിശദീകരണങ്ങളിൽ വന്ന വ്യത്യാസമാണ്. അപ്പോൾ ആ വിശദീകരണത്തിലേക്ക് പിന്നെയും പോയാൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കുക? ഇവിടെ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടേ ഇല്ല. ഇത് എങ്ങനെ പരിഹരിക്കാമെന്നല്ല ചോദ്യം. ഇസ്ലാം അന്യൂനമാണ്, അജയ്യമാണ് എന്ന് പറയുകയും ആ ഇസ്ലാം ഇങ്ങനെ കാലാകാലം ഗ്രൂപ്പുകളായി തമ്മിലടിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് അന്യൂനമാവുക എന്നായിരുന്നു ചോദ്യം. അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഇനിയും ഈ സാധനത്തിലേക്ക് തന്നെ പോകണമെന്ന്. തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണോ അതേ കാരണത്തിലേക്ക് ഇനിയും നമ്മൾ തിരിച്ചു പോയാൽ നമ്മൾ ഇനിയും തല്ലുകൂടുന്നല്ലാതെ അതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുക? അങ്ങനെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഇത് കാലാകാലവും അത് പരിഹരിച്ചിട്ട് പോരണ്ടേ? പരിഹരിക്കാൻ ശ്രമിക്കും തോറും ഗ്രൂപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആഴക്കടൽ സംവാദം നടക്കുമ്പോൾ ഉള്ള അത്ര ഗ്രൂപ്പുകളല്ല ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. അന്ന് അക്ബർ എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾ ഐക്യം ഉണ്ടായി, സുന്നി മുജാഹിദ് ജമാഅത്ത് വ്യത്യാസമില്ലാതെ എല്ലാ മുസ്ലിങ്ങളും കേരളത്തിൽ പൊതുശത്രുവിനെതിരെ യോജിച്ചു. അതുകൊണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് ഇസ്ലാമിൽ വലിയ യോജിപ്പാണ് കേരളത്തിൽ എന്നാണ് സംവാദത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഫലമായിട്ട് അക്ബർ പ്രസംഗിച്ച് നടന്നത്. ആ അക്ബറിൻ്റെ മുജാഹിദ് പ്രസ്ഥാനം ഈ സംവാദം കഴിഞ്ഞ് ഇപ്പോൾ 4 കൊല്ലമായിട്ടുള്ളൂ. ഈ 4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും പിളർന്ന അനേകം ഗ്രൂപ്പുകളായി മാറിയതാണ് നമ്മൾ കണ്ടത്. ബാക്കിയുള്ളതൊക്കെ അവിടെ വെക്കട്ടെ. അക്ബറിൻ്റെ സ്വന്തം മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് ഈ സംവാദത്തിന് ശേഷം പിളർപ്പുണ്ടായി. എന്തിൻ്റെ പേരിലാണ് പിളർപ്പുണ്ടായത്? ഹദീസിൻ്റെ പേരിൽ, ഖുർആൻ്റെ പേരിൽ. പരിഹാരം തേടി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഹദീസിലേക്ക്, ഖുർആനിലേക്ക് പോയാൽ നമ്മൾ ഏത് ഹദീസിൽ ഏത് ഖുർആനിലും എത്തുക? ആര് പറഞ്ഞ ഖുർആനിലോ ആര് പറഞ്ഞ ഹദീസിലും എത്തുക? അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇസ്ലാമിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അന്ത്യകൂദാശ അവസാനത്തെ ആണിയടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അക്ബറും കൂട്ടരും. ഇപ്പോൾ ഇത് കേട്ടിരിക്കുന്ന ആളുകൾ വെറും വിഡ്ഢികളാണ് എന്ന ധാരണയിലാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ പരിപാടി ഇനി നടത്തുകയാണെങ്കിൽ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ചാനൽ കൂട്ടി വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ മതി. പണി ഇവരെടുത്തോളും.
ഉസ്താദുമാരെ തന്നെ ഇപ്പോൾ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ MM അക്ബർ ഇനിയും സ്നേഹസംവാദവും തെരുവ് വിചാരണയും കൊണ്ട് നടക്കുകയാണെങ്കിൽ യുക്തിവാദികളും മുസ്ലിങ്ങളും കേരളത്തിൽ ഇനി ഒരു പണി എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇസ്ലാം അജയ്യമാണ്, അന്യൂനമാണ്, വട്ടപൂജ്യമാണ്, മയ്യത്താണ്.